ദ്വിരാഷ്ട്രം മാത്രമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ ഏക പരിഹാരമെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേസ് 24നോട്. യുദ്ധം ഇസ്രായേലിന്റെ മാത്രം ആവശ്യമാണ്. മധ്യസ്ഥ ചർച്ചകളെ തകർക്കുന്നതാണ് എപ്പോഴും ഇസ്രായേലിന്റെ നിലപാട്. ഇന്ത്യക്ക് പലസ്തീനുമായി വർഷങ്ങളുടെ ദൃഢമായ ബന്ധമുണ്ടെന്നും അബ്ദുള്ള അബു ഷാവേസ് പറഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. Viable solution, the only accepted solution to the international community and even to the American in the 20 years ago is only the two-state solution. The only one who is refusing the two-state solution is Israel. India is in a very strong and very historical relation with Palestine. Even before the establishment of State of Israel, India in the mid-1930s, 1940s was there to support the Palestinian people in their revolution. India, under the chairmanship and the leadership of the late great man, the Mahatma Gandhi, refused and voted against the resolution which called for the partition of the Palestine itself, of the Palestinian land. റാഫി കരിമുണ്ട് കൊച്ചിയിൽ നിന്ന്. റാഫി, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്ന നിലപാട്? കൊച്ചിയിൽ മുസ്ലിം ലീഗിന്റെ ഗാസ ഐക്യദാർഢ്യ സമ്മേളനത്തിലെത്തിയപ്പോഴായിരുന്നു ഫലസ്തീന്റെ ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസഡർ 24നോട് പ്രതികരിച്ചത്. അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിൽ ശാശ്വതം എന്നുള്ളതാണ്. ടു സ്റ്റേറ്റ് എന്നുള്ളത് തന്നെയാണ് ഫലസ്തീൻ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരം എന്നുള്ളതാണ്. എന്നാൽ ഈ പരിഹാരത്തെ എതിർക്കുന്നത് എപ്പോഴും ഇസ്രായേലാണ്. ഇസ്രായേൽ എപ്പോഴും യുദ്ധമാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ചകൾ മുടക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് മധ്യസ്ഥ ചർച്ചകളുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഖത്തറിൽ നടത്തിയ അക്രമമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ ഇന്ത്യയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അബ്ദുള്ള അബു ഷവേസ് ആണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ വർഷങ്ങളായി ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. UN അടക്കം ഫലസ്തീന് അനുകൂലമായ നിലപാടുകൾ ഇന്ത്യ എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പിന്തുണയുണ്ട് എന്നുള്ളതാണ് താങ്കൾ വിശ്വസിക്കുന്നത്. ഇനിയും ആ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഗ്രേറ്റ് ഇസ്രായേൽ എന്ന പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന കരയുദ്ധം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനമാണ് 24 വാർത്താ സംഘത്തോട് അദ്ദേഹം നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് യുദ്ധം നിർത്താൻ ആഗ്രഹം ഫലസ്തീനുണ്ടെങ്കിലും അത് ആഗ്രഹിക്കാത്തത് ഇസ്രായേൽ ആണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഖത്തറിൽ നടത്തിയ അക്രമത്തെയും അദ്ദേഹം പറയുന്നുണ്ട്. ആ അക്രമം യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ അത് തടസ്സപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ഒപ്പം 716 ദിവസങ്ങളായി ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ട്. 716 ദിവസമായി ഗസയിലെ സ്ഥിതി അതീവ രൂക്ഷമാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് കൊച്ചിയിൽ നടന്ന ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ഇതേ വിമർശനങ്ങൾ തന്നെയാണ് ഗസ ഐക്യദാർഢ്യ സമ്മേളനത്തിലും അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.